കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിന് സകല സ്തോത്രവും ബഹുമാനവും പുകഴ്ചയും ആദരവും അർപ്പിക്കുന്നു. ഇന്ന് 156 ദിവസം നാം വായിക്കുന്നത് ആവർത്തന പുസ്തകം 3-ാം അധ്യായം, സദൃശവാക്യങ്ങൾ 23-ാം അധ്യായവും 2 കൊരിന്ത്യർ 7-ാം അധ്യായവുമാണ്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം. അനന്തരം നാം തിരിഞ്ഞ് ബാശാനിലേക്കുള്ള വഴിയായി പോയി. അപ്പോൾ ബാശാൻ രാജാവായ ഓഗും അവന്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വെച്ച് പടയേറ്റു. എന്നാറെ യഹോവ എന്നോട്, അവനെ ഭയപ്പെടരുത്, ഞാൻ അവനെയും അവന്റെ സർവ്വജനത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമ്മോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നീ അവനോടും ചെയ്യും എന്ന് കൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ ദൈവമായ യഹോവ ബാശാൻ രാജാവായ ഓഗിനെയും അവന്റെ സകല ജനത്തെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവന് ആരും ശേഷിക്കാതെ വണ്ണം നാം അവനെ സംഹരിച്ചു കളഞ്ഞു. അക്കാലത്ത് നാം അവന്റെ പട്ടണങ്ങളും പിടിച്ചു. നാം അവരുടെ പക്കൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. ബാശാനിലെ ഓഗിന്റെ രാജ്യമായ 60 പട്ടണമുള്ള അർഗോബ് ദേശം ഒക്കെയും നാട്ടുപുറങ്ങളിലെ അനവധി ഊരുകളും പിടിച്ചു. ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകൾ കൊണ്ട് ഉറപ്പിച്ചിരുന്നു. ഹെശ്ബോൻ രാജാവായ സീഹോനോടും ചെയ്തതുപോലെ നാം അവയെ നിർമൂലമാക്കി. പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിർമൂലമാക്കി. എന്നാൽ നാൽക്കാലികളെയൊക്കെയും പട്ടണങ്ങളിലെ അപഹൃതവും നാം കൊള്ളയിട്ട് എടുത്തു. ഇങ്ങനെ അക്കാലത്ത് അമോര്യരുടെ 2 രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് യോർദാനക്കരെ അർന്നോൻ താഴ്വര തുടങ്ങി ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശവും, സീദോന്യർ ഹെർമോന് സിരിയോൻ എന്നും അമോര്യരോ അതിന് സെനീർ എന്നും പേർ പറയുന്നു, സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും, ഗിലെയാദ് മുഴുവനും, ബാശാനിലെ ഓഗിന്റെ രാജ്യത്തുൾപ്പെട്ട സൽക്ക, എദ്രയി എന്നീ പട്ടണങ്ങൾ വരെയുള്ള ബാശാൻ മുഴുവനും നാം പിടിച്ചു. ബാശാൻ രാജാവായ ഓഗ് മാത്രമല്ല മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഇരുമ്പ് കൊണ്ടുള്ള അവന്റെ മഞ്ചം അമ്മോന്യ നഗരമായ രബ്ബയിൽ ഉണ്ടല്ലോ. അതിന് പുരുഷന്റെ കൈക്ക് 9 മുഴം നീളവും 4 മുഴം വീതിയുമുണ്ട്. ഈ ദേശം നാം അക്കാലത്ത് കൈവശമാക്കി. അർന്നോൻ താഴ്വര അരികെയുള്ള അരോവേർ മുതൽ ഗിലെയാദ് മലനാട്ടിലെ പാതിയും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ രൂബേന്യർക്കും ഗാദ്യർക്കും കൊടുത്തു. ശേഷം ഗിലെയാദും ഓഗിന്റെ രാജ്യമായ ബാശാൻ മുഴുവനും അർഗോബ് ദേശം മുഴുവനും ഞാൻ മനശ്ശെയുടെ പാതി ഗോത്രത്തിന് കൊടുത്തു. ബാശാന് മുഴുവനും മല്ലന്മാരുടെ ദേശമെന്ന് പേർ പറയുന്നു. മനശ്ശെയുടെ മകനായ യായീർ ഗെശൂര്യരുടെയും മാഖാത്യരുടെയും അതിർവരെ അർഗോബ് ദേശം മുഴുവൻ പിടിച്ച് തന്റെ പേരിൻ പ്രകാരം ബാശാന് ഹവോത്ത് യായീർ എന്ന് പേരിട്ടു. ഇന്നുവരെ ആ പേർ തന്നെ പറഞ്ഞു വരുന്നു. മാക്കീരിന് ഞാൻ ഗിലെയാദ് ദേശം കൊടുത്തു. രൂബേന്യർക്കും ഗാദ്യർക്കും ഗിലെയാദ് മുതൽ അർന്നോൻ താഴ്വരയുടെ മധ്യപ്രദേശവും അതിരും, അമോന്യരുടെ അതിരായ യാബോക്ക് തോടുവരെയും, കിന്നരേത്ത് തുടങ്ങി കിഴക്കോട്ട് പിസ്കയുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബയിലെ കടൽ വരെ അരാബയും യോർദാൻ പ്രദേശവും ഞാൻ കൊടുത്തു. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഈ ദേശത്തെ അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായ എല്ലാവരും ഇസ്രായേലരായ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു പോകണം. നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ ആടുമാടുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ആടുമാടുകൾ നിങ്ങൾക്ക് വളരെ ഉണ്ട് എന്ന് എനിക്കറിയാം. യഹോവ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും യോർദാനക്കരെ നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ. പിന്നെ നിങ്ങൾ ഓരോരുത്തൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിന് മടങ്ങിപ്പോരണം. അക്കാലത്ത് ഞാൻ യോശുവയോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ ആ 2 രാജാക്കന്മാരോട് ചെയ്തതൊക്കെയും നീ കണ്ണാലെ കണ്ടുവല്ലോ. നീ കടന്നു ചെല്ലുന്ന സകല രാജ്യങ്ങളോടും യഹോവ അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ അവരെ ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, കർത്താവായ യഹോവേ, നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും
നിന്റെ വീര്യപ്രവർത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ? ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എന്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക. ഈ യോർദാൻ നീ കടക്കയില്ല. യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്ക. അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ടു കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ നാം ബേത് പെയോരിനെതിരെ താഴ്വരയിൽ പാർത്തു. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം. നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക. അവന്റെ സ്വാദുഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ അത് ചിറകെടുത്തു പറന്നുകളയും. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്, അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കുകയുമരുത്. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന കഷണം ഛർദ്ദിച്ചു പോകും. നിന്റെ മാധുര്യവാക്ക് നഷ്ടമായെന്നും വരും. ഭോഷൻ കേൾക്കെ നീ സംസാരിക്കരുത്, അവ നിന്റെ വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിച്ചു കളയും. പണ്ടയുള്ള അതിർ നീക്കരുത്, അനാഥന്മാരുടെ നിലം ആക്രമിക്കുകയുമരുത്. അവരുടെ പ്രതികാരകൻ ബലവാനല്ലോ, അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്ക. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടികൊണ്ട് കടിച്ചാൽ അവൻ ചത്തുപോകയില്ല. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്ക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. മകനെ, കേട്ട് ജ്ഞാനം പഠിക്ക. നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രനായിത്തീരും. നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്ക. നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം വിൽക്കയല്ല വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും. ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറുമാകുന്നു. അവൾ പിടിച്ചുപറിക്കാരനെ പോലെ പതിയിരിക്കുന്നു. മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുമപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. വീഞ്ഞ് ചുമന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്നില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ ഇപ്പോൾ ഉണരും, ഞാൻ ഇനിയും അത് തന്നെ തേടുമെന്ന് നീ പറയും. 2 കൊരിന്ത്യർ 7-ാം അധ്യായം.
പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവിൻ. ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല, ആരെയും കെടുത്തിയിട്ടില്ല, ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടുമില്ല. കുറ്റം വിധിപ്പാനല്ല ഞാനിത് പറയുന്നത്, ഒരുമിച്ച് മരിപ്പാനും ഒരുമിച്ച് ജീവിപ്പാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നുവെന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത്, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രശംസ വലിയത്. ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മക്കദോനിയയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല. എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്തു യുദ്ധം, അകത്തു ഭയം. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്തിലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ. അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തം അല്ല, അന്യായം അനുഭവിച്ചവൻ നിമിത്തവുമല്ല. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിന് തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിന്റെ മനസ്സിന് നിങ്ങളെല്ലാവരാലും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു. അവനോട് നിങ്ങളെക്കുറിച്ച് വല്ലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല. ഞങ്ങൾ നിങ്ങളോട് സകലവും സത്യമായി പറഞ്ഞതുപോലെ തീത്തോസിനോട് ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായി വന്നു. അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതിൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു.